നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ വാർഷിപ്പ് ഇറാൻ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇറാന്റെ തീരത്ത് നിന്ന് 650 കിലോമീറ്റർ അകലെയായി ഉണ്ടായിരുന്ന വാർഷിപ്പിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഒരു അറ്റാക്ക് നടത്തി. ഈ കപ്പൽ പൂർണ്ണമായും തകർത്തു എന്ന വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ശ്രീലങ്കൻ കടലിൽ ഉണ്ടായിരുന്ന ഒരു ഇറാൻ കപ്പലിനെ അമേരിക്കയും ആക്രമിച്ചു തകർത്തു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ അമേരിക്ക ഇറാനെ ചുള്ളുവിൽ വിജയിക്കാം, അങ്ങ് കരകയറാം എന്നൊക്കെ തീരുമാനിച്ചാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിയത്. ആദ്യം ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു, ആണവായുധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ച് ഞങ്ങളെയും ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേർന്നത് എന്നൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ നീണ്ടുപോയാൽ ആയുധപ്പുര കാലിയാകാൻ അധികം സമയം വേണ്ട, ആയുധപ്പുരയിൽ വേണ്ടത്ര ആയുധങ്ങളില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇവിടെ ഇന്റലിജൻസ് വിഭാഗം കൊടുത്തിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് $20,000 മാത്രം വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമ്പോൾ കോടികൾ വില വരുന്ന വലിയ വിലയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കക്കുണ്ട്. അമേരിക്കക്ക് അത്തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ വലിയ ചെലവുണ്ടാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയുധപ്പുര കാലിയാകും എന്ന് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോകും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്കക്ക് വരുമാനമൊക്കെ ഉണ്ടായിരുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന്റെ ഭാഗമായി അതിലൂടെയുള്ള എണ്ണ കച്ചവടമൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത്, ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ രക്ഷിക്കാനായി വേണമെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേന ആ വഴി പോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് ഇവിടെ ആവശ്യമായ സംരക്ഷണം കൊടുക്കുമെന്നുള്ളതാണ്. എന്തായാലും അറബ് രാജ്യങ്ങൾ അത് ചെവിക്കൊണ്ടിട്ടില്ല. കാരണം നേരത്തെ ഹൂത്തികളിൽ നിന്ന് സംരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടെ യുദ്ധക്കപ്പലുകൾ ഇവിടെ അതുവഴി പോയിരുന്ന, ചെങ്കടൽ വഴി പോയിരുന്ന മറ്റെണ്ണ കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും ഒക്കെ ഇവിടെ പിന്തുണ പ്രഖ്യാപിച്ച് അവർക്കൊക്കെ സംരക്ഷണം ഒരുക്കാമെന്ന് പറഞ്ഞ് കപ്പലുകളെ അനുഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഈ കപ്പലുകളെ അനുഗമിക്കും, സംരക്ഷണം കൊടുക്കും എന്ന് അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞ വാക്ക് കേട്ട് ഇവിടെ നിരവധി രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകളൊക്കെ ചെങ്കടലിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഹൂത്തികളുടെ ആക്രമണം രൂക്ഷമായതോടുകൂടി അമേരിക്ക ഈ ചരക്ക് കപ്പലുകളെയൊക്കെ അവിടെ ഇട്ട് തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രം ഇവിടെ അറബ് രാജ്യങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്തായാലും സംരക്ഷണവുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ട്രംപിന് മുന്നിൽ വച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്നും, ഇവിടെ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഈ അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കാനാണത്രേ അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം ഈ യുദ്ധത്തിൽ ഇപ്പോൾ പങ്കാളികളാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇറാനെ തിരിച്ചടിക്കുക എന്നുള്ള ഒരു അജണ്ട അവർക്കില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ചില വാർത്തകൾ, ചില പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചില മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ഖത്തറിന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെ കൂട്ടി ഖത്തറിന് അറിവ് ലഭിച്ചു എന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഖത്തറും അതുപോലെ തന്നെ സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ അത് നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അമേരിക്കൻ ബേസുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചുളിവിൽ ഇറാനെ ആക്രമിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതെ പെട്ടെന്ന് വിജയിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി ലക്ഷ്യം കണ്ട് തിരിച്ചു പോരാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പണി തുടങ്ങിയത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായി തിരിച്ചടിക്കുകയാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് വലിയ ഭീഷണി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചു, അമേരിക്ക വലിയ വീമ്പ് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഇപ്പോഴും തുടരുന്നുണ്ട്. ആര് ഇവിടെ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുത്താലും അയാളെ വധിക്കും, ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാലും നെതന്യാഹു എവിടെ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഇസ്രായേൽ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഇസ്രായേലിലുണ്ടോ അതോ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് രക്ഷപ്പെട്ടോ എന്നതിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്ന
ഒരു അമേരിക്കൻ കപ്പലിനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു, മുക്കിക്കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.